അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അഹ്ലുസുന്ന വൽ ജമാഅയുടെ വിശ്വാസകാര്യങ്ങൾ, അതിൻ്റെ അടിസ്ഥാനങ്ങൾ വിശദീകരിക്കുന്ന, അത് പറയുന്ന ഒരു കവിതയാണ് നാം വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത്. മഹാനായ ഇമാം അബൂ ദാവൂദ് റഹിമഹുല്ല, അദ്ദേഹത്തിൻ്റെ മകനായ അബൂബക്കർ അബ്ദുല്ലാഹിബിനു സുലൈമാൻ ബിൻ അശ്അസ് ഇബ്നു അബി ദാവൂദ് റഹിമഹുല്ല, അദ്ദേഹത്തിൻ്റെ കവിതയാണ് നാം വിശദീകരിക്കുന്നത്. ഹിജ്റ 230 അദ്ദേഹം ജനിക്കുന്നത്. അഥവാ വളരെ പൗരാണികനായ പണ്ഡിതനാണ്. ഈ കവിതയുടെ ആദ്യത്തെ 2 വരികൾ നാം കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചിരുന്നു. ഖുർആനും സുന്നത്തും അത് മുറുകെ പിടിക്കേണ്ടതിൻ്റെ പ്രാധാന്യമാണ് ഷെയ്ഖ് റഹിമഹുല്ല അതിൽ നമ്മോട് സൂചിപ്പിച്ചിട്ടുള്ളത്. അവിടുന്ന് പറഞ്ഞു, വദിൻ ബി കിതാബില്ലാഹി വസ്സുനനില്ലതി അതത അൻ റസൂലില്ലാഹി തൻജു വതർബഹു. നീ ഖുർആനിനെയും സുന്നത്തിനെയും അത് നീ ദീനായി സ്വീകരിച്ചു കൊള്ളുക. അതത അൻ റസൂലില്ലാ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്നിട്ടുള്ളതായ, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ അതല്ലാത്തവരിൽ നിന്ന് വന്നിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മുടെ നിലപാടെന്തായിരിക്കണം? ഇമാം ഷാഫിഈ റഹിമഹുല്ലാ അദ്ദേഹം പറയുകയാണ്, ഇദാ ഖാലഫ ഖൗലി ഖൗല റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖുദൂ ബിഖൗലി റസൂലില്ലാ. എൻ്റെ അഭിപ്രായം, എൻ്റെ വാക്ക് അത് റസൂലിൻ്റെ വാക്കിനോട് എതിരായിക്കൊണ്ട് നിങ്ങൾ കാണുകയാണെങ്കിൽ, അങ്ങനെ വരികയാണെങ്കിൽ നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കിനെയാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടത്. ഫദ്രിബൂ ബിഖൗലി ഉർബൽ ഹായിത്. എൻ്റെ വാക്കിനെ അതിനെ നിങ്ങൾ തള്ളിക്കളയുക, അതിനെ നിങ്ങൾ സ്വീകരിക്കേണ്ടതില്ല. ഇമാം ഷാഫിഈ റഹിമഹുല്ല അദ്ദേഹം പറഞ്ഞതായി കാണാം. ഇമാം മാലിക് റഹിമഹുല്ല അദ്ദേഹം പറയുകയാണ്, കുല്ലുനാ റാദ്ദുൻ വമർദൂദ്. നമ്മളിൽ ഓരോ ആളുകളും, നമ്മളെല്ലാവരും അവരുടെ വാദങ്ങൾ തള്ളിക്കളയാനുണ്ടാകും, അതുപോലെ തന്നെ സ്വീകരിക്കാനും ഉണ്ടാകും. എന്നിട്ട് പറയുകയാണ്, ഇല്ലാ സാഹിബ ഹാദൽ ഖബർ. റസൂലിൻ്റെ ഖബർ ചൂണ്ടിക്കൊണ്ട് പറയുന്നു, ഈ ഖബറിൽ കിടക്കുന്ന വ്യക്തിയുടേതൊഴികെ. റസൂലിൻ്റെ വാക്കുകൾ അത് മുഴുവൻ സ്വീകരിക്കപ്പെടേണ്ടതാണ്, അതിലൊന്നിനെയും തള്ളിക്കളയാൻ പാടുള്ളതല്ല എന്ന് ഇമാം മാലിക് റഹിമഹുല്ല പറയുകയാണ്. ഇമാം അബൂ ഹനീഫ റഹിമഹുല്ല അദ്ദേഹം പറയുന്നു, ഇൻ ജാ അൽ ഹദീസു അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅല അർ-റഅ്സി വൽ ഐൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഒരു ഹദീസ് സ്ഥിരപ്പെട്ടു വന്നാൽ അത് നാം സന്തോഷത്തോടു കൂടി അത് നാം സ്വീകരിക്കും. വ ഇദാ ജാ അൽ ഹദീസു അൻ അസ്ഹാബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅല അർ-റഅ്സി വൽ ഐൻ. അതുപോലെ റസൂലിൻ്റെ സഹാബത്തിൽ നിന്ന്, ആ സഹാബത്ത് ഇജ്മാ ആയിട്ടുള്ള ഏകകണ്ഠേനെ അവർ നമുക്ക് അറിയിച്ചു തന്ന കാര്യങ്ങൾ, അതും നാം സ്വീകരിക്കുന്നതാണ്. വ ഇദാ ജാ അൽ ഹദീസു അനി താബിഈൻ. എന്നാൽ താബിഈങ്ങളിൽ നിന്നാണ്, അതിന് ശേഷം വന്ന ആളുകളിൽ നിന്നാണ് ഹദീസ് വരുന്നതെങ്കിൽ ഫഹും റിജാലുൻ വനഹ്നു റിജാൽ. അവരും മനുഷ്യരാണ്, നമ്മളും മനുഷ്യരാണ്, അവർക്കും തെറ്റുപറ്റാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ റസൂലിൻ്റെ വാക്കുകൾ അത് നാം സ്വീകരിക്കേണ്ടതാണ്, അത് തള്ളപ്പെടാൻ പാടില്ല. ഇമാം അഹ്മദ് റഹിമഹുല്ലാ അദ്ദേഹം പറയുകയാണ്, അജിബ്തു ലിഖൗമിൻ അറഫുൽ ഇസ്നാദ വസിഹ്ഹതഹു വയദ്ഹബൂന ലിറഅയി സുഫിയാൻ. ഇമാം അഹ്മദ് റഹിമഹുല്ലാ പറയുകയാണ്, സനദും അതുപോലെ അതിൻ്റെ സ്വീകാര്യതയും അതൊക്കെ ശരിയാണെന്ന് മനസ്സിലാക്കിയിട്ടും സുഫിയാൻ അസ്-സൗരിയുടെ അഭിപ്രായത്തിലേക്ക് പോകുന്ന ആളുകൾ, അവരെക്കുറിച്ച് ഞാൻ അത്ഭുതപ്പെടുകയാണ്. ഇമാം അഹ്മദ് ബിൻ ഹംബലാണ് റഹിമഹുല്ലാ അദ്ദേഹമാണ് ഇത് പറയുന്നത്. ഈ 4 ഇമാമുമാർ അവർ മദ്ഹബിൻ്റെ ഇമാമുകളാണ്. ഇമാം ഷാഫിഈ, ഇമാം മാലിക്, ഇമാം അബൂ ഹനീഫ, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുമുല്ലാ, ഇവരെല്ലാം പറഞ്ഞിട്ടുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖൗലിനെ, അഭിപ്രായത്തെയാണ്, അവിടുത്തെ വാക്കിനെയാണ് നാം മുഞ്ചിക്കേണ്ടത്. അതിനെതിരായി ഞങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കാണുകയാണെങ്കിൽ അതിനെ നിങ്ങൾ മാറ്റിവെക്കണം, അത് നിങ്ങൾ സ്വീകരിക്കേണ്ടതില്ല എന്ന് മദ്ഹബിൻ്റെ ഇമാമുകൾ നമുക്ക് നൽകിയ ഉപദേശമാണ്, വസിയ്യത്താണ്. അതുകൊണ്ട് മദ്ഹബിൻ്റെ പേരിൽ കക്ഷിത്വം സ്വീകരിക്കുന്ന ആളുകൾ, മദ്ഹബിൻ്റെ അഭിപ്രായം മാത്രമേ സ്വീകരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് അതിൽ കടിച്ചു തൂങ്ങുന്ന ആളുകൾ, അവർ യഥാർത്ഥത്തിൽ മദ്ഹബിൻ്റെ ഇമാമുമാർ പറഞ്ഞ അവരുടെ ഈ അഭിപ്രായത്തിലേക്കാണ് മടങ്ങേണ്ടത്. എന്നിട്ട് പറയുന്നത്, തൻജു വതർബഹു. അങ്ങനെയാണെങ്കിൽ നീ ഖുർആനും സുന്നത്തും അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്നതുപോലെ അതിനെ സലഫുകൾ എങ്ങനെയാണോ മനസ്സിലാക്കിയത്, സഹാബത്തും താബിഈങ്ങളും അവരൊക്കെ അതിനെ എങ്ങനെ മനസ്സിലാക്കിയോ അതുപോലെ നീ അതിനെ മുറുകെ പിടിക്കുകയാണെങ്കിൽ തൻജു, നീ രക്ഷപ്പെടുന്നതാണ്, നീ വിജയിക്കുന്നതാണ്. നീ എന്തിനെയൊക്കെ കുറിച്ച് നീ ഭയപ്പെടുന്നുണ്ടോ അതിൽ നിന്നൊക്കെ നിനക്ക് രക്ഷയേകുന്നതാണ്. നരകത്തിൽ നിന്ന് നീ ഭയപ്പെടുന്നു, അതിൽ നിന്ന് നിനക്ക് രക്ഷയാണ്.
അതുപോലെ തന്നെ ഖബർ ശിക്ഷയെ നീ ഭയപ്പെടുന്നു, അതിൽ നിന്ന് നിനക്ക് രക്ഷയാണ്. അതുപോലെ ശിർക്കിൽ നിന്നും കുഫറിൽ നിന്നും ബിദ്അത്തിൽ നിന്നും ഇതിൽ നിന്നൊക്കെ നമുക്ക് രക്ഷയാണ് ഖുർആനും സുന്നത്തും മുറുകെ പിടിക്കുക എന്നുള്ളത്. അതുപോലെ വതർബഹു, നിനക്കെന്താക്കാം, ലാഭം കൊഴിയാൻ പറ്റുന്നതാണ് എന്ന് ഇമാം ഇബ്നു അബീ ദാവൂദ് റഹിമഹുള്ള പറയുകയാണ്. ഈ ആദ്യത്തെ 2 വരികൾ ഖുർആനും സുന്നത്തും മുറുകെ പിടിക്കേണ്ടതിൻ്റെ പ്രാധാന്യമാണ് അദ്ദേഹം പറയുന്നത്. ഇനി അഹ്ലുസുന്നയുടെ ഓരോ വിശ്വാസ കാര്യങ്ങൾ അദ്ദേഹം പറയുകയാണ്. ഒന്നാമത്തേത് അവിടുന്ന് പറഞ്ഞു, വഖുൽ ഗൈറ മഖ്ലൂഖിൻ കലാമു മലീകിന ബിദാലിക ജാനൽ അത്ഖിയാഉ വഅഫ്സഹു. അവിടുന്ന് പറയുകയാണ് വഖുൽ, കുൽ എന്ന് പറഞ്ഞാൽ നീ പറയുക എന്നാണ് നാം അർത്ഥം പറയാറുള്ളത്. പക്ഷെ ഇവിടെ കുൽ എന്ന് പറഞ്ഞാൽ പറയുക എന്നുള്ളതിന് മാത്രമല്ല, നീ വിശ്വസിക്കുകയും ചെയ്യുക. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞതുപോലെ ഖൂലൂ ആമന്നാ ബില്ലാ, ഞങ്ങൾ അള്ളാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ പറയുക എന്ന് പറഞ്ഞാൽ അവിടെ നാവ് കൊണ്ട് പറഞ്ഞാൽ മാത്രം പോരാ, അത് ഹൃദയത്തിൽ വിശ്വസിക്കുകയും വേണം. അതുകൊണ്ട് തന്നെ കുൽ എന്നുള്ള വാക്ക് അത് നിരുപാധികമായി വന്നാൽ അവിടെ എന്തുണ്ട്, നാവ് കൊണ്ട് പറയുന്നതിനും ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നതിനുമുണ്ട്. അതുകൊണ്ട് വക്കുൽ, നീ നാവ് കൊണ്ട് പറയുകയും പ്രഖ്യാപിക്കുകയും ഹൃദയം കൊണ്ട് ദൃഢമായി വിശ്വസിക്കുകയും ചെയ്യുക. എന്താണ് വിശ്വസിക്കേണ്ടത്? ഗൈറ മഖ്ലൂഖിൻ കലാമു മലീകിന, നമ്മുടെ മലീക്കായ അള്ളാഹുവിൻ്റെ കലാം, അള്ളാഹുവിൻ്റെ സംസാരം അത് അവൻ്റെ സൃഷ്ടിയല്ല എന്ന് നീ വിശ്വസിക്കുക. ബിദാലിക ജാനൽ അത്ഖിയാഉ വഅഫ്സഹു, ഈ ഒരു കാര്യമാണ്, അഥവാ അള്ളാഹുവിൻ്റെ സംസാരം, അള്ളാഹുവിൻ്റെ കലാം അതവൻ്റെ സൃഷ്ടിയല്ല എന്ന കാര്യം, അത് തഖ്വയുള്ള ആളുകൾ, മുൻഗാമികളായ പണ്ഡിതന്മാർ, അവരുടെ വിശ്വാസമായിരുന്നു ഇത്. വഅഫ്സഹു, അവരത് പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. ഇവിടെ ഫിത്നത്തു ഖൽഖിൽ ഖുർആൻ, ഖുർആൻ അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ് എന്ന വാദം, അതിലേക്കുള്ള സൂചനയാണ് ഷെയ്ഖ് റഹിമഹുള്ള അദ്ദേഹം നൽകുന്നത്. ഖുർആനിനെ കുറിച്ചുള്ള നമ്മുടെ വിശ്വാസം എന്താണ്? അൽ ഖുർആനു കലാമുല്ലാ, ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണ്. ഗൈറു മഖ്ലൂഖ്, അള്ളാഹുവിൻ്റെ സൃഷ്ടിയല്ല. ഇത് നമുക്ക് ഇപ്പോൾ പറയാൻ എളുപ്പമാണ്, നമുക്ക് ഒരു 10 സെക്കൻഡ് കൊണ്ട്, ഒരു 5 സെക്കൻഡ് കൊണ്ട് നമുക്കത് പറയാൻ പറ്റും. പക്ഷേ ഇതിൻ്റെ പിന്നിൽ ഈ വിശ്വാസം അതിവിടെ സ്ഥാപിക്കുന്നതിന് വേണ്ടി ഇമാമുകൾ, നമ്മുടെ മുൻകഴിഞ്ഞ പണ്ഡിതന്മാർ, അവർ സഹിച്ച ത്യാഗങ്ങൾ അത് വളരെ വലുതാണ്. അത് നമ്മൾ അറിയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണ്, അതവൻ്റെ സൃഷ്ടിയല്ല എന്നതാണ് അഹ്ലുസുന്ന വൽ ജമാഅയുടെ വിശ്വാസം. എന്നാൽ പിഴച്ചുപോയ കക്ഷികൾ, മുഅ്തസിലാക്കൾ, അവർ പറയുന്നത് ഖുർആൻ അള്ളാഹുവിൻ്റെ കലാം എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ്. അപ്പോൾ ഖുർആൻ എന്താണ്? അത് അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ് എന്നാണ് അവർ വാദിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മുസ്ലിമീങ്ങൾ അവർ ആദ്യകാലം മുതൽ തന്നെ വിശ്വസിച്ചു പോകുന്നത് എന്താണ്? ഖുർആൻ അള്ളാഹുവിൻ്റെ സംസാരമാണ്. അള്ളാഹു അവൻ സംസാരിക്കുന്നവനാണ്. അവൻ ഉദ്ദേശിക്കുന്ന സമയത്ത്, അവൻ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ, ഉദ്ദേശിക്കുന്നവരോട് അള്ളാഹു സുബ്ഹാനഹു വ തആല സംസാരിക്കുന്നതാണ്. ആദം നബിയോട് സംസാരിച്ചിട്ടുണ്ട്, മൂസ അലൈഹിസ്സലാമിനോട് സംസാരിച്ചിട്ടുണ്ട്. നാളെ ഖിയാമത്ത് നാളിൽ മനുഷ്യരോടെല്ലാം അള്ളാഹു സംസാരിക്കും. അപ്പോൾ അള്ളാഹു ഉദ്ദേശിക്കുന്ന രൂപത്തിൽ അള്ളാഹു സംസാരിക്കുന്നവനാണ്. അള്ളാഹുവിൻ്റെ ശബ്ദത്തിന്, അതിന് അക്ഷരങ്ങളുണ്ട്, അതിന് ശബ്ദമുണ്ട്. ഇതൊക്കെ അഹ്ലുസുന്നത്ത് വൽ ജമാഅയുടെ വിശ്വാസമാണ്. ഇതേ രൂപത്തിൽ തന്നെ നാം പറഞ്ഞു പഠിക്കേണ്ടതുണ്ട്. ഇതായിരുന്നു മുസ്ലിമീങ്ങളുടെ വിശ്വാസം. എന്നാൽ പിൽക്കാലഘട്ടത്തിൽ അതിനുശേഷം കടന്നു വന്ന ആളുകൾ, മുഅ്തസിലിയ വിഭാഗം, അവർ ബുദ്ധിക്ക് പ്രാധാന്യം കൊടുക്കുന്ന ആളുകളാണ്. ഇസ്ലാമിൻ്റെ ശരിയായ മാർഗത്തിൽ നിന്ന്, അഹ്ലുസുന്നത്തിൻ്റെ വഴിയിൽ നിന്ന് പിഴച്ചുപോയ ബിദ്അത്തിൻ്റെ ആളുകളാണ്. അവർ പറഞ്ഞു ഖുർആൻ എന്താണ്? അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ്. അള്ളാഹുവിൻ്റെ സംസാരം എന്നത് അത് അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ്. അങ്ങനെ അബ്ബാസിയ ഭരണകാലത്ത് അവിടുത്തെ ഭരണാധികാരിയായിരുന്ന ഹാറൂൻ അർ റഷീദ് റഹിമഹുള്ള, അദ്ദേഹം അഹ്ലുസുന്നത്തിൻ്റെ മാർഗത്തിൽ നിലകൊണ്ട വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ഈ പിഴച്ച കക്ഷികൾക്ക് അവരുടെ വാദങ്ങൾ പരസ്യമായി പറയാൻ അവർക്ക് ഭയമായിരുന്നു. അങ്ങനെ ഹാറൂൻ അർ റഷീദിൻ്റെ കാലശേഷം പിന്നീട് മഅ്മൂൻ എന്നുള്ള ഒരു രാജാവ്, അദ്ദേഹം അധികാരത്തിൽ വന്നു. അങ്ങനെ അദ്ദേഹം ഈ പിഴച്ച വാദം, ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമല്ല, അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ് എന്ന വാദം, അത് അദ്ദേഹത്തിൻ്റെ അധികാരം ഉപയോഗിച്ച് അവിടെ ഉണ്ടായിരുന്ന നാട്ടുകാരുടെ മേൽ അദ്ദേഹം അത് നടപ്പാക്കുകയും അത് നിർബന്ധപൂർവം അവരുടെ മേൽ അടിച്ചേൽപ്പിക്കുകയും ചെയ്തു. അങ്ങനെ പല ആളുകളും അവർ തൃപ്തിയില്ലാതെ അള്ളാഹുവിൻ്റെ കലാമിനെക്കുറിച്ച് അത് അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അതിനെതിരെ ശക്തമായി നിലകൊണ്ട വലിയ പണ്ഡിതനായിരുന്നു, ഇമാമായിരുന്നു ഇമാം അഹ്മദ് ബിൻ ഹംബൽ, ഇമാമുസ്സുന്ന എന്നറിയപ്പെടുന്ന ഇമാം അഹ്മദ് ബിൻ ഹംബൽ. അദ്ദേഹം അത് പ്രഖ്യാപിക്കാത്തതിൻ്റെ പേരിൽ വലിയ പണ്ഡിതനായിരുന്ന അദ്ദേഹത്തെ കഴുതപ്പുറത്ത് അങ്ങാടിയിലൂടെ അവർ നടത്തുമായിരുന്നു. എന്നിട്ട് അദ്ദേഹത്തോട് പറയുമായിരുന്നു, ഖുർആൻ അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ് എന്ന് താങ്കൾ പ്രഖ്യാപിക്കണം എന്ന് അദ്ദേഹത്തോട് പറയുമായിരുന്നു. പക്ഷേ അദ്ദേഹം ധീരതയോട് അപ്പോഴും ഉറക്കെ പറഞ്ഞു, അൽ ഖുർആനു കലാമുല്ലാഹ് ഗൈറു മഖ്ലൂഖ്, ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണ്, അത് അള്ളാഹുവിൻ്റെ സൃഷ്ടിയല്ല. അങ്ങനെ മഅ്മൂനിൻ്റെ കാലശേഷം അടുത്ത ഭരണാധികാരിയായ മുഅ്തസിം അധികാരത്തിൽ വന്നു. അദ്ദേഹവും ഈ പിഴച്ച വിഭാഗത്തിൻ്റെ ആളാണ്. ഈ മുഅ്തസിലിയ ആശയം പേറുന്ന വ്യക്തിയായിരുന്നു. ഈ മുഅ്തസിം അദ്ദേഹത്തിൻ്റെ
ഖാദിയായി, അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള ഖാദിയായി ഇബ്നു അബി ദാവൂദ് എന്ന വ്യക്തിയെ അദ്ദേഹം നിയോഗിച്ചു. അങ്ങനെ അദ്ദേഹം ആ ഖാദി ഇമാം അഹ്മദ് ബിൻ ഹംബലിനെ തടവറയിലിടാൻ കൽപ്പിക്കുകയും ഇമാം അഹ്മദ് ബിൻ ഹംബൽ 2 വർഷം അദ്ദേഹം ജയിലിൽ കടക്കുകയും ചെയ്തു. പിന്നീട് പല സംവാദങ്ങളും ചർച്ചകളും ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുള്ളയെ ജയിലിൽ നിന്ന് മോചിപ്പിച്ചു. അങ്ങനെ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുള്ള ജയിൽ മോചിതനായി. അങ്ങനെ ഭരണാധികാരിയായ മുഅ്തസിം അദ്ദേഹം മരണപ്പെടുകയുണ്ടായി. പിന്നീട് അടുത്ത ഭരണാധികാരിയായ വാഫിഖ് അദ്ദേഹം അധികാരമേൽക്കുകയാണ്. അങ്ങനെ മുഅ്തസിം 3ാമത്തെ ഭരണാധികാരിയാണ് വാഫിഖ്. ഇദ്ദേഹവും അതിക്രൂരനായിരുന്നു. ഇമാം അഹ്മദ് ബിൻ ഹംബലിനെ അങ്ങേയറ്റം ദ്രോഹിച്ച വ്യക്തിയാണ് അദ്ദേഹം. തടവറയിൽത്തതുകൊണ്ടോ ചാട്ടവാറ് പ്രയോഗിച്ചതുകൊണ്ടോ ഒന്നും ഇമാം അഹ്മദ് ബിൻ ഹംബൽ തൻ്റെ അഭിപ്രായത്തിൽ നിന്ന് പിന്മാറുകയില്ല എന്ന് മനസ്സിലാക്കിയ ഇമാം വാസിഖ് ഭരണാധികാരിയായ വാസിഖ് അദ്ദേഹം എന്ത് ചെയ്തു? ഇമാം അഹ്മദിനോട് നാട് വിട്ടുപോകാൻ കൽപ്പിച്ചു. അദ്ദേഹം ദീൻ പഠിപ്പിക്കാൻ പാടില്ല, ഫത്വ കൊടുക്കാൻ പാടില്ല. അങ്ങനെ അദ്ദേഹത്തെ വീട്ടുതടങ്കലിലാക്കുകയാണ്. ജമാഅത്തിന് പോലും പള്ളിയിലേക്ക് വരാൻ പാടില്ല എന്ന് ഭരണാധികാരി അവിടുന്ന് വിലക്കുകയുണ്ടായി. അപ്പോഴും ഇമാം അഹ്മദ് ബിൻ ഹംബൽ അദ്ദേഹം ഉറക്കെ പ്രഖ്യാപിച്ച കാര്യം എന്താണ്? അൽ ഖുർആനു കലാമുല്ലാഹ് ഗൈറു മഖ്ലൂഖ്. ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണ്, അത് സൃഷ്ടിയല്ല എന്ന് അദ്ദേഹം ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. അങ്ങനെ നീണ്ട 14 വർഷക്കാലം ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുള്ള ഈ ഒരു പരീക്ഷണത്തിലൂടെ കടന്നു പോവുകയുണ്ടായി. അങ്ങനെ വാസിഖ് എന്ന ഭരണാധികാരിക്ക് ശേഷം അടുത്ത ഭരണാധികാരിയായി മുത്തവക്കിൽ എന്ന വ്യക്തി അദ്ദേഹം അധികാരമേൽക്കുകയാണ്. അദ്ദേഹം അഹ്ലുസുന്നയുടെ നിലപാട് സ്വീകരിച്ച വ്യക്തിയായിരുന്നു. അങ്ങനെ ഇമാം അഹ്മദ് ബിൻ ഹംബലിനെ അദ്ദേഹം ആദരിക്കുകയും ബഹുമാനിക്കുകയും അദ്ദേഹത്തിന് വേണ്ട സൗകര്യങ്ങളെല്ലാം ആ ഭരണാധികാരി ചെയ്തു കൊടുക്കുകയും ചെയ്തു. പിന്നീട് അങ്ങോട്ട് ഈ ഒരു അഹ്ലുസുന്നയുടെ ഈ നിലപാട് ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണ് എന്ന അഭിപ്രായം അത് മുസ്ലിമീങ്ങൾക്കിടയിൽ വീണ്ടും അത് പഴയ പോലെ തന്നെ ശക്തി പ്രാപിക്കുകയും ചെയ്തു എന്ന് നമുക്ക് ചരിത്രങ്ങളിൽ കാണാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് നാം പഠിക്കുന്ന ഈ വിശ്വാസം ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണ് എന്ന് പറയുന്ന ഈ വിശ്വാസം അത് സ്ഥാപിക്കുന്നതിന് വേണ്ടി നമ്മുടെ മുൻകഴിഞ്ഞ ഇമാമുമാർ അവരനുഭവിച്ച പ്രയാസങ്ങൾ അത് നാം അറിയേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ വിശ്വാസ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്. പിഴച്ച കക്ഷികളിൽ നിന്ന് അതിനെ സംശുദ്ധമായി വേർതിരിച്ച് ശരിയായ രൂപത്തിൽ നമുക്ക് വിശദീകരിച്ച് നൽകുന്നതിൽ മുൻകഴിഞ്ഞ പണ്ഡിതന്മാർ അവരനുഭവിച്ച ത്യാഗങ്ങൾ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി നമുക്ക് കവിതയിലേക്ക് വരാം. എന്താണ് പറയുന്നത്? വകുൽ ഗൈറ മഖ്ലൂഖിൻ കലാമു മലീകിന. മലീക്ക് എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ നാമമാണ്. വിശുദ്ധ ഖുർആൻ അള്ളാഹു പറഞ്ഞു ഫീ മഖ്അദി സിദ്ഖിൻ ഇൻദ മലീകിൻ മുഖ്തദിർ. മലീക്ക് എന്നുള്ളത് അള്ളാഹുവിൻ്റെ നാമമാണ്. അതുപോലെ തന്നെ രാവിലെയും വൈകുന്നേരവും ചെല്ലേണ്ട ഒരു പ്രാർത്ഥനയുണ്ട്. اللهم عالم الغيب والشهادة فاطر السماوات والأرض رب كل شيء ومليكه. എല്ലാത്തിൻ്റെയും റബ്ബായ, എല്ലാത്തിൻ്റെയും ഉടമസ്ഥനായ. മലീക്ക് എന്ന് പറഞ്ഞാൽ മാലിക് എന്നത് അർത്ഥമാണ്. അപ്പോൾ മലീക്കായ അള്ളാഹുവിൻ്റെ കലാം അത് സൃഷ്ടിയല്ല എന്നതാണ് നമ്മുടെ വിശ്വാസം. അതുകൊണ്ട് അള്ളാഹുവിലേക്ക് ചേർത്ത് പറയുകയാണ്. കലാം സംസാരിക്കുക എന്നുള്ളത് അത് അള്ളാഹുവിൻ്റെ വിശേഷണമാണ്. സിഫത്തുൻ ദാതിയ്യത്തുൻ, അള്ളാഹുവിൻ്റെ അസ്തിത്വത്തിൽ ഉള്ള വിശേഷണമാണ്. അള്ളാഹു ആദ്യമേ സംസാരിക്കുന്നവനാണ്. ചില പിഴച്ച കക്ഷികൾ എന്ന് പറഞ്ഞു അള്ളാഹുവിന് ആദ്യം സംസാരിക്കാൻ കഴിവില്ലായിരുന്നു, പിന്നീട് അള്ളാഹു സംസാരിച്ചതാണ് എന്ന് വാദിക്കുന്ന പിഴച്ച കക്ഷികളുണ്ട്. എന്നാൽ അവൻ ആദ്യമേ സംസാരിക്കുന്നവനാണ്, അവൻ എന്നെന്നും സംസാരിക്കുന്നവൻ. ആ സിഫത്ത്, കലാം എന്നുള്ള സിഫത്ത് അത് അള്ളാഹുവിന് എന്നെന്നും നിലനിൽക്കുന്നതാണ്. ഏതെങ്കിലും ഒരു കാലത്ത് അള്ളാഹു സംസാരിക്കാത്തവനായിരുന്നു, പിന്നീട് സംസാരം എന്നുള്ള കഴിവ് അള്ളാഹുവിന് ലഭിച്ചതാണ് എന്ന് പിഴച്ച കക്ഷികളുടെ വാദം അത് പിഴച്ചതാണെന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഇവിടെ അള്ളാഹുവിലേക്ക് ചേർത്തുകൊണ്ട് പറയുകയാണ് കലാമു മലീക്കിന, അള്ളാഹുവിൻ്റെ സംസാരം. അതുപോലെ തന്നെയാണ് അള്ളാഹുവിലേക്ക് ചേർക്കപ്പെടുന്ന കാര്യങ്ങൾ അത് 2 രൂപത്തിലായിരിക്കും. ഒന്ന് ഇളാഫത്തു സിഫത്തിൻ ഇലൽ മൗസൂഫ്, ആരിലേക്കാണോ ചേർക്കുന്നത് അതിൻ്റെ വിശേഷണമായിരിക്കും. ഇപ്പോൾ ഇൽമുള്ള, അള്ളാഹുവിൻ്റെ ഇൽമ് അത് അള്ളാഹുവിൻ്റെ വിശേഷണമാണ്. സമഉള്ള, അള്ളാഹുവിൻ്റെ കേൾവി അത് അള്ളാഹുവിൻ്റെ വിശേഷണമാണ്, അള്ളാഹുവിലേക്ക് ചേർത്ത് പറഞ്ഞതാണ്. എന്നാൽ ചില കാര്യങ്ങളുണ്ട് അള്ളാഹുവിലേക്ക് ചേർത്ത് പറഞ്ഞത് അത് അള്ളാഹുവിൻ്റെ വിശേഷണമായിരിക്കില്ല, മറിച്ച് അള്ളാഹുവിൻ്റെ സൃഷ്ടിയായിരിക്കും. ഇതുപോലെ ബൈത്തുള്ള, അള്ളാഹുവിൻ്റെ ഭവനം. അതുപോലെ നാക്കത്തുള്ള, അള്ളാഹുവിൻ്റെ ഒട്ടകം. അതുപോലെ തന്നെ ബൈത്തുള്ള, അതുപോലെ നാക്കത്തുള്ള, ഇതുപോലെയുള്ള കാര്യങ്ങൾ അള്ളാഹുവിലേക്ക് ചേർത്ത് പറഞ്ഞ കാര്യങ്ങളുണ്ട്. ഇതൊക്കെ എന്താണ്? കിതാബുള്ള, അള്ളാഹുവിൻ്റെ കിതാബ്. ഇതൊക്കെ അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ്. അപ്പോൾ അള്ളാഹുവിലേക്ക് ചേർത്ത് പറയപ്പെട്ട കാര്യങ്ങൾ 2 രൂപത്തിലാണ് ഉണ്ടാവുക. ഒന്ന് അള്ളാഹുവിൻ്റെ വിശേഷണമായിരിക്കും, അതല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ സൃഷ്ടിയായിരിക്കും. അതെങ്ങനെയാണ് വേർതിരിച്ച് മനസ്സിലാക്കാൻ കഴിയുക? ആ ചേർക്കപ്പെടുന്ന കാര്യം അത് ഒറ്റക്ക് അതിന് നിലനിൽക്കാൻ കഴിയുമെങ്കിൽ അതെന്താണ്? അത് അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ്. ഇൽമുള്ള, അള്ളാഹുവിൻ്റെ ഇൽമ് എന്ന് പറയുമ്പോൾ ആ ഇൽമിന് അത് ഒറ്റക്ക് നിലനിൽക്കുകയില്ല, അതൊന്നിലേക്ക് ചേർക്കണം, അപ്പോഴാണെന്ത് അതിന് നിലനിൽപ്പുണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ അത് അള്ളാഹുവിൻ്റെ വിശേഷണമാണ് എന്ന് മനസ്സിലാക്കുക. ഇവിടെ അള്ളാഹുവിൻ്റെ കലാം എന്ന് പറയുമ്പോൾ
അള്ളാഹുവിൻ്റെ കലാമിനെ നിഷേധിക്കുന്ന ആളുകളുണ്ട്. അള്ളാഹു സംസാരിക്കുകയില്ല, അള്ളാഹുവിൻ്റെ മറ്റ് വിശേഷണങ്ങളെയൊക്കെ നിഷേധിക്കുന്ന ആളുകളുണ്ട്. യഥാർത്ഥത്തിൽ അള്ളാഹുവിലേക്ക് ചേർത്ത് പറഞ്ഞ കാര്യങ്ങൾ അത് നാം എങ്ങനെയാണ് വിശ്വസിക്കേണ്ടത്? അള്ളാഹുവിനെ യോജിച്ച രൂപത്തിൽ നാം അതിനെ വിശ്വസിക്കുക. അള്ളാഹു സമീഅാണ്, അള്ളാഹു എല്ലാം കാണുന്നവനാണ്. അള്ളാഹു ബസീറാണ്, അള്ളാഹു എല്ലാം കേൾക്കുന്നവനാണ്. അള്ളാഹു ബസീറാണ്, അള്ളാഹു എല്ലാം കാണുന്നവനാണ്. പക്ഷെ അള്ളാഹുവിൻ്റെ കേൾവിയും മനുഷ്യരുടെ കേൾവിയും എന്തല്ല, ഒരുപോലെയല്ല. അള്ളാഹു പറഞ്ഞു ലൈസ കമിസ്ലിഹി ശൈഉൻ, അള്ളാഹുവെ പോലെ ഒന്നുമില്ല, അള്ളാഹുവിന് തുല്യമായി അള്ളാഹുവിനെ പോലെ എന്ന് പറയാൻ ഒന്നുമില്ല. വഹുവസ് സമീഉൽ ബസീർ, അള്ളാഹു എല്ലാം കേൾക്കുന്നവനും എല്ലാം കാണുന്നവനുമാണ്. അള്ളാഹു അവനെക്കുറിച്ച് എന്ത് പറഞ്ഞു? അള്ളാഹു സമീഅാണ്, ബസീറാണ് എന്ന് പറഞ്ഞു. മനുഷ്യരെക്കുറിച്ചും അള്ളാഹു ഇതേ കാര്യം പറഞ്ഞിട്ടുണ്ട് വിശുദ്ധ ഖുർആനിൽ. അള്ളാഹു പറയുകയാണ്, ഹൽ അതാ അലൽ ഇൻസാനി ഹീനും മിനദ് ദഹ്രി ലം യകുൻ ശൈഅൻ മദ്കൂറ ഇന്നാ ഖലഖനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലീഹി ഫജഅൽനാഹു സമീഅൻ ബസീറ. മനുഷ്യനെ നാം എന്തുള്ളവനാക്കി? സമീഉം ബസീറുമാക്കി. അള്ളാഹുവെക്കുറിച്ച് പറയുന്നു അള്ളാഹു സമീഉം ബസീറുമാണ്. ഇത് രണ്ടും ഒരുപോലെയാണോ? അല്ല. അത് ആരിലേക്കാണോ ചേർക്കുന്നത് അതിനനുസരിച്ച് അത് വ്യത്യാസപ്പെടും. അത് നമുക്ക് നമ്മുടെ സൃഷ്ടികളിലുള്ള കാര്യം തന്നെ നോക്കിയാൽ മനസ്സിലാകും. ഇവിടെ അള്ളാഹുവിൻ്റെ കലാമിനെ കുറിച്ചാണ് നാം പറയുന്നത്, അള്ളാഹുവിൻ്റെ സംസാരം. നാം സൃഷ്ടികളിലുള്ള സംസാരത്തെക്കുറിച്ച് നോക്കുക. നമുക്ക് സംസാരിക്കാൻ കഴിവുണ്ട് എല്ലാവർക്കും. ഈ മനുഷ്യരിൽ തന്നെ എല്ലാവരുടെയും സംസാരം വ്യത്യസ്തമാണ്. ഒരാളുടെ സംസാരത്തിൻ്റെ രൂപമല്ല മറ്റൊരാൾക്കുള്ളത്. അതുപോലെ തന്നെ മൃഗങ്ങൾ സംസാരിക്കുന്നുണ്ട്. ഉറുമ്പിൻ്റെ സംസാരമല്ല ആനയുടെ സംസാരം, ആനയുടെ സംസാരമല്ല മറ്റ് മൃഗങ്ങളുടെ സംസാരം. അങ്ങനെ കലാം എന്ന്, സംസാരം എന്നുള്ള വിശേഷണം അത് സൃഷ്ടികൾക്കിടയിൽ തന്നെ എന്താണ്, വ്യത്യാസത്തിലാണ്. പിന്നെ എങ്ങനെയാണ് അള്ളാഹുവും സൃഷ്ടിയും അവരുടെ രണ്ടുപേരുടെയും സംസാരം ഒരുപോലെയാവുക? ഒരിക്കലും ആവുകയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ സൃഷ്ടികളുമായി താരതമ്യപ്പെടുത്താൻ, അവയുമായി തുലനപ്പെടുത്താൻ പറ്റുകയില്ല. തുല്യമായി, അള്ളാഹുവിന് തുല്യമായി ഒരാളും തന്നെയില്ല എന്നുള്ള അടിസ്ഥാനം നാം എപ്പോഴും മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, രണ്ട് ഒരേ പേരായി എന്നതുകൊണ്ട് എന്താകണമെന്നില്ല, ഒരേ വിശേഷണം ഒരേപോലെയാകണമെന്നില്ല. ഇപ്പോൾ നാം എന്ത് പറയും? കൈക്ക് എന്താണ് പറയുക? യദുൻ എന്നാണ് പറയുക. നമ്മൾ അത് ഒരു വ്യക്തിയിലേക്ക് ചേർക്കുകയാണ്. ഇപ്പോൾ യദുൽ ഫീൽ, ആനയുടെ കൈ എന്ന് പറയും. ഇനി അത് വേറൊരു മൃഗത്തിലേക്ക് ചേർക്കുകയാണെങ്കിൽ യദു അന്നംൽ, ഉറുമ്പിൻ്റെ കൈ എന്ന് പറയും. രണ്ടിനും എന്ത് വാക്കാണ് പ്രയോഗിച്ചത്? യദുൻ എന്നുള്ളതാണ്. അപ്പോൾ ഒരേ വാക്കായി എന്നതുകൊണ്ട് അതിൻ്റെ രൂപവും ഒരുപോലെയാകണം എന്നില്ല. അതുകൊണ്ട് അള്ളാഹുവിന് കേൾവിയുണ്ട്, അള്ളാഹു സംസാരിക്കും, അള്ളാഹുവിന് കലാമുണ്ട്, മനുഷ്യരും സംസാരിക്കും എന്ന് പറഞ്ഞാൽ അത് രണ്ടും എന്തല്ല, ഒരേപോലെയല്ല. മറിച്ച് അള്ളാഹുവിൻ്റെ സംസാരം എന്ന് പറയുന്നത് അത് അള്ളാഹുവിന് യോജിക്കുന്ന രൂപത്തിലാണ്. ആ രൂപത്തിലാണ് നാം അത് വിശ്വസിക്കേണ്ടത്. അതിൻ്റെ രൂപം അള്ളാഹു നമുക്ക് അറിയിച്ച് നൽകിയിട്ടില്ല. അള്ളാഹു സംസാരിക്കുമെന്ന് പറഞ്ഞാൽ അത് അള്ളാഹു സംസാരിക്കുമെന്ന് തന്നെ നാം വിശ്വസിക്കേണ്ടതുണ്ട്. ഇനി പിഴച്ച കക്ഷികൾ, അവരിൽ ചില ആളുകൾ ഉണ്ടാക്കുന്ന ഒരു സംശയമാണ്, ഖുർആൻ എന്നത് അത് അള്ളാഹുവിൻ്റെ കലാമാണ്, അള്ളാഹുവിൻ്റെ സംസാരമാണ്. അപ്പോൾ ഒരാൾ ഖുർആൻ ഓതുകയാണെങ്കിൽ അവൻ അള്ളാഹുവിൻ്റെ സംസാരം, അള്ളാഹുവിൻ്റെ സിഫത്തുള്ളവനായി എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് തന്നെ ഖുർആൻ, ഇപ്പോൾ ഞാൻ ഒരു വാക്ക് പറയുകയാണ്, ഇമാം ഷാഫിഈ റഹിമഹുള്ളയുടെ ഒരു കവിത പറയുകയാണ്. അപ്പോൾ നാം എന്താണ് പറയുക? ഞാൻ പറഞ്ഞു എന്നാണോ പറയുക? അതല്ല, അത് രചിച്ച ആൾ, അതിൻ്റെ രചയിതാവാരാണ്? ഇമാം ഷാഫിഈയാണ്. ഇമാം ഷാഫിഈയിലേക്കാണ് നാം അതിനെ ചേർക്കുക. പക്ഷേ ഞാനത് പറഞ്ഞു എന്നതുകൊണ്ട് അതെൻ്റെ വാക്കാവുകയില്ല, മറിച്ച് ആരുടേതാണ്? അത് ഇമാം ഷാഫിഈയുടെ വാക്ക് തന്നെയാണ്. അതുകൊണ്ട് ഒരു വ്യക്തി ഖുർആൻ ഓതുന്നു എന്നതുകൊണ്ട് അത് അദ്ദേഹത്തിൻ്റെ വാക്കല്ല, മറിച്ച് അത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കലാമ് തന്നെയാണ്. എന്നാൽ വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ജിബ്രീലിലേക്ക് ചേർത്തുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്, ഇന്നഹു ലഖൗലു റസൂലിൻ കരീം. ഖുർആനെക്കുറിച്ച് അത് ജിബ്രീലിൻ്റെ വാക്കാണ്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്കും ഇന്നഹു ലഖൗലു റസൂലിൻ കരീം എന്ന് ചേർത്ത് വന്നിട്ടുണ്ട്. അതെന്താണ്? ആ ഖുർആൻ നമുക്ക് എത്തിച്ചു തന്നത്, ആ ഖുർആൻ നമുക്ക് അറിയിച്ചു തന്നതാരാണ്? അത് ജിബ്രീൽ അലൈഹിസ്സലാമും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമാണ്. ആ രൂപത്തിലാണ്, ആ അർത്ഥത്തിലാണ് അവിടേക്ക് ചേർക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഖുർആൻ അത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കലാമാണ്. അള്ളാഹു സംസാരിക്കുന്നവനാണ്. അള്ളാഹുവിൻ്റെ സംസാരം അത് കേൾക്കുന്നതാണ്, അതിന് ശബ്ദമുണ്ട്. എങ്ങനെയാണ് അതിന് ശബ്ദമുണ്ടെന്ന് മനസ്സിലായത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, യുനാജില്ലാഹു യൗമൽ ഖിയാമത്തി ബിസൗത്തിൻ യസ്മഉഹു മൻ ബഅദ കമാ യസ്മഉഹു മൻ ഖറബ്. ഖിയാമത്ത് നാളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സംസാരിക്കും. ആ അള്ളാഹുവിൻ്റെ സംസാരം, അതിൻ്റെ ശബ്ദം ദൂരെയുള്ള ആളുകളും അടുത്ത് നിൽക്കുന്നവരും ഒരുപോലെ കേൾക്കും. അള്ളാഹുവിൻ്റെ സംസാരത്തിൻ്റെ പ്രത്യേകതയാണ്. അള്ളാഹുവിൻ്റെ സംസാരം ദൂരെയുള്ളവർ, അവർ അടുത്ത് നിൽക്കുന്ന ആളുകൾ എങ്ങനെ കേൾക്കുമോ അതുപോലെ ദൂരെയുള്ള ആളുകളും അത് കേൾക്കും. എന്നാൽ മനുഷ്യരുടെ സംസാരം അങ്ങനെയാണോ? അല്ല, ദൂരെ നിൽക്കുന്ന ആളുകൾക്ക് ശബ്ദം കുറവായിരിക്കും. അപ്പോൾ അള്ളാഹുവിൻ്റെയും മനുഷ്യരുടെയും കലാം അതെന്തല്ല, അതൊരുപോലെയല്ല എന്ന് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കും. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ കലാമിന്, അതിന് ശബ്ദമുണ്ട് എന്നും ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ കലാം, അള്ളാഹുവിൻ്റെ സംസാരത്തിന് അക്ഷരങ്ങളുണ്ട്. വിശുദ്ധ ഖുർആനിൻ്റെ പാരായണത്തെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, മൻ ഖറഅ ഹർഫൻ മിൻ കിതാബില്ലാ, ആരെങ്കിലും അള്ളാഹുവിൻ്റെ കിതാബിൽ നിന്ന് ഒരു ഹർഫ്, ഒരു അക്ഷരം പാരായണം ചെയ്താൽ ഫലഹു ബിഹി ഹസനത്തുൻ, അവന് ഒരു നന്മയുണ്ട്. വൽ ഹസനതു ബിഅശ്രി അംസാലിഹ, അള്ളാഹുവിൻ്റെ പക്കൽ ഒരു നന്മ എന്ന് പറയുന്നത് അത് 10 ഇരട്ടിയായിട്ടാണ്. ലാ അഖൂലു അലിഫ് ലാം മീം ഹർഫുൻ, അലിഫ് ലാം മീം എന്നത് ഒരു ഹർഫാണ് എന്ന് ഞാൻ പറയുകയില്ല. വലാകിൻ അലിഫുൻ ഹർഫുൻ വലാമുൻ ഹർഫുൻ വമീമുൻ ഹർഫ്. ഇത് ഖുർആനെ കുറിച്ച് പറയുകയാണ്. ഖുർആൻ എന്നത് അള്ളാഹുവിൻ്റെ കലാമാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ കലാമിന് എന്തുണ്ട്? ഹർഫുണ്ട്, അതിന് അക്ഷരങ്ങളുണ്ട്, അതിന് ശബ്ദമുണ്ട്, അത് കേൾക്കുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാം കേൾക്കുകയും ജിബ്രീൽ അലൈഹിസ്സലാം അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അതേ രൂപത്തിൽ അറിയിച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ചില പിഴച്ച കക്ഷികൾ എന്തു പറഞ്ഞു? ജിബ്രീൽ അലൈഹിസ്സലാം അദ്ദേഹത്തിൽ നിന്ന് അദ്ദേഹം ഒരാശയം മനസ്സിലാക്കുകയും പിന്നീട് അദ്ദേഹം മനസ്സിലാക്കിയ ജിബ്രീൽ അലൈഹിസ്സലാം മനസ്സിലാക്കിയ കാര്യം അത് റസൂലിന് പറഞ്ഞു കൊടുക്കുകയുമാണ് ചെയ്തത് എന്ന് പറയുന്ന പിഴച്ച കക്ഷികളുണ്ട്. അതും ശരിയല്ല. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ ഉദ്ദേശിക്കുന്ന സമയത്ത് അവൻ സംസാരിക്കുന്നതാണ്. മൂസ അലൈഹിസ്സലാമിനോട് അള്ളാഹു സംസാരിച്ചിട്ടുണ്ട്. അള്ളാഹു നേരിട്ടാണ് മൂസ അലൈഹിസ്സലാമിനോട് സംസാരിച്ചത്. യാതൊരു ഇടയും, അതിൻ്റെ ഇടയിൽ ഒരു വാസിത്തയില്ലാതെ, ഒരു ഇടയാളനില്ലാതെ നേരിട്ടുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല സംസാരിച്ചത്. അതുപോലെ തന്നെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന അള്ളാഹുമായി സംസാരിച്ചിട്ടുണ്ട്. അതുപോലെ ഖിയാമത്ത് നാളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവരോടും, മനുഷ്യരോടെല്ലാം അവർ കേൾക്കുന്ന രൂപത്തിൽ അള്ളാഹു സംസാരിക്കുന്നതാണ്. ഇതാണ് അള്ളാഹുവിൻ്റെ കലാമുമായി നാം ബന്ധപ്പെട്ട് നാം മനസ്സിലാക്കേണ്ട കാര്യം. ഇനി ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണ്, അത് അള്ളാഹുവിൻ്റെ കലാമിൽപ്പെട്ട ഒരു കാര്യമാണ്. ഖുർആൻ മാത്രമാണ് അള്ളാഹുവിൻ്റെ കലാം എന്നല്ല നമ്മൾ പറയുന്നത്, മറിച്ച് ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമിൽപ്പെട്ട ഒരു കാര്യമാണ്. ഇഞ്ചീലും തൗറാത്തും സബൂറും ഇതൊക്കെ അള്ളാഹുവിൻ്റെ കലാം തന്നെയാണ്. അതിൽപ്പെട്ട ഒരു കലാമാണ് ഇത് ഖുർആൻ എന്ന് പറയുന്നത്, അള്ളാഹുവിൻ്റെ സൃഷ്ടിയല്ല. അതിന് ധാരാളം തെളിവുകൾ നമുക്ക് കാണാൻ കഴിയും. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നു, വഇൻ അഹദുൻ മിനൽ മുശ്രികീന ഇസ്തജാറക ഫഅജിർഹു ഹത്താ യസ്മഅ കലാം അല്ലാഹ്. യുദ്ധം കൊടുമ്പിരി കൊള്ളുന്ന സമയത്ത് മുശ്രിക്കുകളിൽപ്പെട്ട ആരെങ്കിലുമൊക്കെ താങ്കളുടെ അടുക്കൽ വന്ന് അവർ അഭയം ചോദിച്ചാൽ, യുദ്ധത്തിൻ്റെ സമയത്ത് അവർ അഭയം ചോദിക്കുകയാണെങ്കിൽ ഫഅജിർഹു, താങ്കൾ അവർക്ക് അഭയം കൊടുക്കുക. ഹത്താ യസ്മഅ കലാം അല്ലാഹ്, അള്ളാഹുവിൻ്റെ വചനം അവർ കേട്ട് ഗ്രഹിക്കുവാൻ വേണ്ടി. ഇവിടെ എന്താണ് പ്രയോഗിച്ചത്? ഹത്താ യസ്മഅ കലാം അല്ലാഹ് എന്നുള്ള വാക്യമാണ്. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ കലാം അത് അള്ളാഹുവിൻ്റെ സൃഷ്ടിയല്ല എന്നറിയിക്കുന്ന മറ്റൊരു തെളിവാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ പേരക്കുട്ടികൾ ഹസൻ, ഹുസൈൻ, അവരെ രണ്ടുപേരെയും മന്ത്രിക്കുമായിരുന്നു. എങ്ങനെയാണ് മന്ത്രിക്കാറുള്ളത്? അഊദു ബികലിമാത്തില്ലാഹി താമ്മ മിൻ കുല്ലി ശൈത്താനിൻ വഹാമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ്മ. ഇവിടെ എങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മന്ത്രിക്കുന്നത്? എങ്ങനെയാണ്? അഊദു ബികലിമാത്തില്ലാ, അള്ളാഹുവിൻ്റെ വചനങ്ങൾ, സമ്പൂർണ്ണമായ വചനങ്ങൾ മുഖേന അള്ളാഹു സൃഷ്ടിച്ചവരുടെ കെടുതിയിൽ നിന്ന് ഞാൻ അഭയം ചോദിക്കുന്നു. അപ്പോൾ അള്ളാഹുവിൻ്റെ കലിമത്ത് എന്നത് അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണോ? അത് ഈ ഹദീസിൽ നിന്ന് തെളിവുണ്ട്. എങ്ങനെയാണ്? ഒരിക്കലും സൃഷ്ടിയെക്കൊണ്ട് അഭയം ചോദിക്കാൻ പറ്റുമോ? ഇല്ല. അള്ളാഹുവിൻ്റെ സൃഷ്ടിയെ പിടിച്ച് അഭയം ചോദിക്കാൻ പറ്റില്ല. അപ്പോൾ റസൂലുള്ളാഹി അള്ളാഹുവിൻ്റെ കലാമിനെ കുറിച്ച്, അള്ളാഹുവിൻ്റെ കലിമാത്തുകൾ മുൻനിർത്തി അള്ളാഹുവിനോട് അഭയം ചോദിക്കുകയാണ്. ഈ ഹദീസിൽ നിന്ന് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് എന്തിന് തെളിവ് പിടിച്ചിട്ടുണ്ട്? അള്ളാഹുവിൻ്റെ കലാം അള്ളാഹുവിൻ്റെ സൃഷ്ടിയല്ല എന്നതിന് ഈ ഹദീസിൽ തെളിവുണ്ട്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിൻ്റെ വചനങ്ങൾ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് അഭയം ചോദിക്കുകയാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ കലാം എന്നത് അത് അള്ളാഹുവിൻ്റെ സൃഷ്ടിയല്ല, അത് അള്ളാഹുവിൻ്റെ സിഫത്താണ്, അള്ളാഹുവിൻ്റെ വിശേഷണമാണ് എന്ന് അതാണ് നമ്മൾ പഠിച്ച് മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യം. ഇനി അള്ളാഹുവിൻ്റെ ഖുർആൻ അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ്, അതല്ലെങ്കിൽ അള്ളാഹു സംസാരിക്കുന്നവനല്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ അപകടം എന്താണ്? സംസാരിക്കാൻ സംസാരിക്കാത്തവർ ആരാധിക്കപ്പെടാൻ അർഹരല്ല. വിശുദ്ധ ഖുർആനിൽ മഹാനായ മൂസ അലൈഹിസ്സലാം അദ്ദേഹം തൗറാത്ത് മേടിക്കുന്നതിന് വേണ്ടി 40 ദിവസം തൻ്റെ സമൂഹത്തിൽ നിന്ന് മാറി നിന്നിട്ടുണ്ട്. അദ്ദേഹം തിരിച്ചു വരുന്ന സന്ദർഭത്തിൽ എന്താണ് കാണുന്നത്? അവരൊരു പശുക്കുട്ടിയെ ആരാധിക്കുകയാണ്. ആ സന്ദർഭത്തിൽ മൂസ അലൈഹിസ്സലാം അവരോട് ചോദിക്കുന്നുണ്ട്, അഫലാ യറൗന അല്ലാ യർജിഉ ഇലൈഹിം ഖൗലൻ വലാ യംലികു ലഹും ദർറൻ വലാ നഫ്അ. അവർ നിങ്ങൾക്കൊരു വാക്ക് പോലും നിങ്ങളോട് മറുപടിയായി ഇങ്ങോട്ട് പറയുന്നില്ല. നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകൾ, വിഗ്രഹങ്ങൾ, അവരെന്താണ് നിങ്ങളോട് ഒരു വാക്ക് പോലും നിങ്ങൾക്ക് മറുപടി പറയുന്നില്ല. അതുപോലെ നിങ്ങൾക്ക് യാതൊരു ഉപദ്രവം ചെയ്യുവാനോ ഉപകാരം തടുക്കുവാനോ അവർക്ക് കഴിയുന്നില്ല എന്ന കാര്യം നിങ്ങൾ കാണുന്നില്ലേ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചതായിരിക്കണം. അതുകൊണ്ട് ആരാധിക്കപ്പെടാൻ അർഹതയുള്ളവർ ആരാണ്?
കഴിവുള്ളവർ, സംസാരിക്കാൻ കഴിവുള്ളവരാണ്, കൽപ്പനകൾ കൽപ്പിക്കുവാൻ വിരോധിക്കുവാൻ കഴിവുള്ളവർ, അവരെയാണ് ഇബാദത്ത് ചെയ്യേണ്ടത്. അതുകൊണ്ട് അള്ളാഹു സംസാരിക്കാൻ കഴിയില്ല എന്ന് പറയുന്നത് അത് അള്ളാഹുവിൻ്റെ പേരിൽ കഴിവില്ലായ്മ, അശക്തത ആരോപിക്കലാണ്. അതുകൊണ്ട് തന്നെ ഖുർആൻ അത് അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ് എന്ന് പറയുന്നവർ ഇത്തരത്തിലുള്ള ഒരു വാദം കൂടി അതിലൂടെ അള്ളാഹുവിൻ്റെ പേരിൽ ആരോപിക്കുന്നുണ്ട് എന്നുള്ളതാണ്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ബിദാലിക ജാനൽ അത്ഖിയാഉ അഫ്സഹു. ഈ ഒരു നിലപാട്, ഈ ഒരു അഭിപ്രായം, അള്ളാഹുവിൻ്റെ കലാം അത് അള്ളാഹുവിൻ്റെ സൃഷ്ടിയല്ല, അത് അള്ളാഹുവിൻ്റെ സിഫറ്റാണ് എന്ന ഈ അഭിപ്രായം, അതുപോലെ ഖുർആൻ അള്ളാഹുവിൻ്റെ സൃഷ്ടിയല്ല എന്ന ഈ വിശ്വാസം, അതാണ് തഖ്വയുള്ള ആളുകൾ, മുൻകഴിഞ്ഞ പണ്ഡിതന്മാർ അവർ ഉറക്കെ പ്രഖ്യാപിച്ച കാര്യമാണിത്. ഇമാം ലാലക്കായി റഹിമഹുള്ള അദ്ദേഹം തൻ്റെ ശറഹുൽ ഇഅ്തിഖാദ് അതിൽ പറഞ്ഞതായി കാണാം, 500ഓളം പണ്ഡിതന്മാർ ഖുർആൻ അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ് എന്ന് പറഞ്ഞവർ അവർ കാഫിരീകളാണ്, അവർ അകപ്പെട്ടത് കുഫറിലാണ്, അത്തരത്തിലുള്ള വാദം പേറുന്നവർ കുഫറിലാണ് അകപ്പെട്ടത് എന്ന് 500ഓളം പണ്ഡിതന്മാർ പറഞ്ഞതായി അദ്ദേഹം രേഖപ്പെടുത്തിയതായി കാണാം. ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹ് പറഞ്ഞതായി കാണാം, മൻ ഖാല അൽ ഖുർആനു മഖ്ലൂഖ് ഫഹുവ കാഫിർ. ഖുർആൻ മഖ്ലൂഖാണ് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവൻ കാഫിറാണ്. ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് അദ്ദേഹവും ഇതേ കാര്യം പറഞ്ഞതായി കാണാം, മൻ ഖാല അൽ ഖുർആനു മഖ്ലൂഖുൻ ഫഹുവ ഇൻദനാ കാഫിർ, അവൻ നമ്മുടെ അടുക്കൽ കാഫിറാണ്. ഇമാം സുഫിയാൻ ഇബ്നു ഉയൈന റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നു, അൽ ഖുർആനു കലാമുല്ലാഹ്, ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണ്, അള്ളാഹുവിൻ്റെ സംസാരമാണ്. മൻ ഖാല മഖ്ലൂഖുൻ, ആരെങ്കിലും അത് അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ് എന്ന് പറയുകയാണെങ്കിൽ ഫഹുവ കാഫിറുൻ, അവൻ കാഫിറാണ്. വമൻ ശക്ക ഫീ കുഫ്രിഹി ഫഹുവ കാഫിറുൻ, അവൻ കാഫിർ അല്ല എന്ന് ആരെങ്കിലും സംശയിക്കുന്നുണ്ടെങ്കിൽ അവനും കാഫിറാണ് എന്ന് ഇമാം സുഫിയാൻ ഇബ്നു ഉയൈന റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതായി കാണാം. ഈ ഒരു അഭിപ്രായം അത് പണ്ഡിതന്മാർ അവർ ഉറക്കെ പ്രഖ്യാപിച്ച കാര്യമാണ്. ഇമാം അബൂ ഇസ്ഹാഖ് അൽ ഇസ്ഫറായിനി റഹിമഹുല്ലാഹ് അദ്ദേഹം എല്ലാ വെള്ളിയാഴ്ചയും അദ്ദേഹം എഴുന്നേറ്റ് നിൽക്കും. എന്നിട്ട് അദ്ദേഹം പറയും, അൽ ഖുർആനു കലാമുല്ലാഹ്, ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണ്, ഗൈറു മഖ്ലൂഖിൻ, അത് അള്ളാഹുവിൻ്റെ സൃഷ്ടിയല്ല. ഖിലാഫൻ ലിഖൗലിൽ ബാഖില്ലാനി, അബൂബക്കർ അൽ ബാഖില്ലാനി എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ സമകാലികനാണ്, അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ പിഴച്ചുപോയ ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം എന്താണ്? ഖുർആൻ അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ് എന്ന അഭിപ്രായമാണ്. അപ്പോൾ അദ്ദേഹം എല്ലാ ദിവസവും എഴുന്നേറ്റ് നിന്ന് പറയും, ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണ്. അബൂബക്കർ അൽ ബാഖില്ലാനി അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തോട് എതിരായിക്കൊണ്ട് എന്തിനാണ്, വദാലിക ഹത്താ ലാ യുദന്ന മൻ യഅതി ബഅദന അന്നനാ അലാ മുഅതഖദിഹി, നമുക്ക് ശേഷം വരുന്ന ആളുകൾ അവർ എന്ത് കരുതാതിരിക്കാൻ വേണ്ടി ഞങ്ങളും ഇമാം ബാഖില്ലാനിയുടെ വിശ്വാസത്തിലാണ് എന്ന് ജനങ്ങൾ തെറ്റിദ്ധരിക്കാതിരിക്കാൻ വേണ്ടി അദ്ദേഹം എല്ലാ വെള്ളിയാഴ്ചയും അദ്ദേഹം പള്ളിയിൽ വെച്ച് ഉറക്കെ ഇത് പ്രഖ്യാപിക്കുമായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഖുർആൻ അത് അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ് എന്നുള്ള വാദം, അതിൻ്റെ ദുരന്ത ഫലം എന്താണ്? ചില ആളുകൾ അത് അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ് എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ സൃഷ്ടികളെ പോലെ തന്നെ സൂര്യനും ചന്ദ്രനും അതൊക്കെ അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ്, മരങ്ങളൊക്കെ അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ്, അതുപോലെ ഒരു സൃഷ്ടിയായിക്കൊണ്ട് ഖുർആനിനെ കാണും. അങ്ങനെ അവരെന്ത് ചെയ്യും? അള്ളാഹുവിൻ്റെ കലാമിനുള്ള ബഹുമാനം നൽകാതെ അതിനെ അപമാനിക്കുന്ന, അതിനെ നിന്ദിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പിൽക്കാലഘട്ടത്തിൽ വന്ന ചില ആളുകൾ കടന്നുപോയിട്ടുണ്ട്. ഖുർആൻ എന്ന് പറയുന്നത് അതൊരു ചരിത്രശേഷിപ്പാണ്. അതെന്താകാം, അതിൽ ശരിയുണ്ടാകാം, തെറ്റുണ്ടാകാം. അത് അള്ളാഹിൻ്റെ കലാമൊന്നുമല്ല, അത് അള്ളാഹിൻ്റെ സൃഷ്ടിയാണെന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഖുർആനിനെ നിരൂപണം നടത്തുന്ന ആളുകളുണ്ട്, അതിൽ സത്യമായത്, അതിൽ സ്വീകരിക്കാൻ പറ്റാത്തത് എന്നിങ്ങനെ ഖുർആനിനെ നിരൂപണം ചെയ്യുന്ന ആളുകൾ പിൽക്കാലത്ത് കടന്നു വന്നിട്ടുണ്ട്. അതെന്തിൻ്റെ ഫലമാണ്? ഖുർആൻ അള്ളാഹിൻ്റെ സൃഷ്ടിയാണ്, കേവലം ഒരു സൃഷ്ടിയാണ് എന്ന വാദത്തിനാൽ ഉണ്ടായ പിഴച്ചവാദമാണ്. അതുപോലെ തന്നെ ഖുർആനിനെ ആദരിക്കാതിരിക്കുക, അതിനെ ബഹുമാനിക്കാതിരിക്കുക എന്നുള്ളതും ഈ ഒരു പിഴച്ചവാദത്തിൻ്റെ അതിൽ നിന്ന് രൂപം കൊണ്ട കാര്യമാണ്. മുസ്ലിമീങ്ങൾ അവർ ഇജ്മാ ആയിട്ടുള്ള കാര്യമാണ്, ആരെങ്കിലും ഖുർആനിനെ അതിനെ ആദരിക്കുന്നില്ല എങ്കിൽ, ആ ഖുർആനിനെ ബഹുമാനിക്കുന്നില്ല എങ്കിൽ അവനെന്താണ്? അവൻ കാഫിറാണ് എന്ന വിഷയത്തിൽ മുസ്ലിം ലോകം ഇജ്മാ ഉള്ള കാര്യമാണ്. അതുകൊണ്ട് ഈ ഒരു വാദം അത് ഒന്നല്ലെങ്കിൽ പല രൂപത്തിൽ നമ്മിലേക്ക്, അതല്ലെങ്കിൽ പിഴച്ച കക്ഷികൾ അവർ ഇത് പേറുന്നുണ്ട് എന്ന കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ഖുർആനിൻ്റെ വിഷയത്തിൽ ഒന്നാമത്തെ പിഴച്ചവാദമാണെന്ത്? ഖുർആൻ അത് അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ് എന്ന വാദം. ഇനി രണ്ടാമത്തെ പിഴച്ചവാദമാണ് അടുത്ത വരിയിലൂടെ ശൈഖ് റഹിമഹുല്ലാഹ് പറയുന്നത്. അദ്ദേഹം പറയുന്നു, വലാ തഖുഫിൽ ഖുർആനി ബിൽ വഖ്ഫി ഖായിലൻ കമാ ഖാല അത്ബാഉ ലിജഹ്മിൻ വഅസ്ജഹു. ഖുർആൻ അത് അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ്, അതല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ സൃഷ്ടിയല്ല, ഇത് രണ്ടും ഞങ്ങൾ പറയുന്നില്ല എന്ന് പറയുന്ന ചില ആളുകൾ വന്നു. ഖുർആൻ അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ് എന്നും പറയുന്നില്ല, അള്ളാഹുവിൻ്റെ സൃഷ്ടിയല്ല എന്നും പറയുന്നില്ല. ഇവർക്കാണ് അൽ വാഖിഫ എന്ന് പറയുക. അൽ വാഖിഫ എന്ന് പറഞ്ഞാൽ ഖുർആൻ അള്ളാഹിൻ്റെ കലാമാണ്,
പക്ഷേ അത് അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണെന്നോ അള്ളാഹുവിൻ്റെ സൃഷ്ടിയല്ല എന്നോ ഞങ്ങൾ പറയുന്നില്ല. അപ്പോൾ സാധാരണക്കാർ എന്ത് തെറ്റിദ്ധരിക്കും? അവർ തഖ്വയുള്ളവരാണ്, അവർ സൂക്ഷ്മത നിലപാടുള്ളവരാണ്, ഒന്നും മിണ്ടുന്നില്ല. എന്നാൽ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് പറയുകയാണ്, ഇതെന്താണ്? ഇത് പിഴച്ചവാദമാണ്. ജഹ്മ് കമാ ഖാല അത്ബാഉൻ ലിജഹ്മിൻ വഅസ്ജഹു, ജഹ്മ് ബിൻ സഫ്വാൻ എന്ന് പറയുന്ന പിഴച്ച കക്ഷി, അദ്ദേഹത്തിൻ്റെ പിൻഗാമികൾ അവരാണ് ഇത്തരത്തിലുള്ള വാദം പറയുന്നവർ. ഈ ഉമ്മത്തിലെ അധിക പിഴച്ച കക്ഷികളുടെയും അതിൻ്റെ ഉത്ഭവം എവിടെയായിരിക്കും? ജഹ്മ് ബിൻ സഫ്വാൻ എന്ന് പറയുന്ന ആ പിഴച്ച വ്യക്തിയിലാണ്. ഈ ജഹ്മ് ബിൻ സഫ്വാൻ അദ്ദേഹം ഈ വാദം എവിടെ നിന്നാണ് സ്വീകരിച്ചത്? ജഅദ് ബിൻ ദിർഹം എന്ന് പറയുന്ന വ്യക്തിയിൽ നിന്നാണ്. അദ്ദേഹം അത് സ്വീകരിച്ചത് അബാൻ ബിൻ സമആൻ എന്ന വ്യക്തിയിൽ നിന്നാണ്. അബാൻ ബിൻ സമആൻ അദ്ദേഹം സ്വീകരിച്ചതോ താലൂത്ത് എന്ന വ്യക്തിയിൽ നിന്നാണ്. താലൂത്ത് എന്ന വ്യക്തി അദ്ദേഹം ആരാണ്? ലബീദ് ബിൻ അഅസം എന്ന് പറയുന്ന യഹൂദിയായ വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ സഹോദരിയുടെ മകനാണ് താലൂത്ത്. അങ്ങനെ ആ താലൂത്ത് അദ്ദേഹം ലബീദ് ബിൻ അഅസമിൽ നിന്നാണ് ഇത് സ്വീകരിക്കുന്നത്. അദ്ദേഹമോ യമനിൽ നിന്നുള്ള ഒരു യഹൂദിയായ വ്യക്തിയിൽ നിന്നാണ് ഈ വിശ്വാസ കാര്യങ്ങൾ സ്വീകരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ തുടക്കം, അതിൻ്റെ ഉത്ഭവം യമനിൽ നിന്നുള്ള യഹൂദികളിൽ നിന്നാണ്. അങ്ങനെ അത് ഓരോരുത്തരായി കടമെടുത്ത് പിന്നീട് മുസ്ലിമീങ്ങളിലേക്ക് അത് കടന്നുകൂടുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയാണ്, ഇന്നൽ വാഖിഫത ജഹ്മിയത്തുൻ, വാഖിഫത്തിൻ്റെ ആളുകൾ അഥവാ ഖുർആൻ അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണെന്നോ സൃഷ്ടിയല്ലെന്നോ രണ്ടും പറയാതെ മൗനം പാലിക്കുന്ന ആളുകൾ അവരെന്താണ്? അവരും ജഹ്മിയാക്കളാണ്. കാരണം അവരെന്താണ് അതിലൂടെ ഉദ്ദേശിക്കുന്നത്? അവർ ഖുർആൻ അള്ളാഹുവിൻ്റെ സൃഷ്ടിയല്ല എന്നവർ പരസ്യമായി പറയാത്തത് എന്താണ്? അവരുടെ ഉള്ളിൽ എന്തുണ്ട്? ഖുർആൻ അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ് എന്ന വാദമുണ്ട്. പക്ഷേ അത് പുറത്തു പറയാൻ അവർക്ക് പേടിയായതുകൊണ്ട് അവരെന്ത് പറയും? ഒന്നും പറയുന്നില്ല, മിണ്ടാതിരിക്കും. അപ്പോൾ സാധാരണക്കാരായ ആളുകൾ അവരിൽ അകപ്പെട്ടു പോവുകയും ചെയ്യും. അതുകൊണ്ടാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് പറഞ്ഞതായി കാണാം, ഈ ഇത്തരത്തിലുള്ള ആളുകൾ, വാഖിഫയുടെ ആളുകൾ, ഒന്നും പറയാതെ നിൽക്കുന്ന ആളുകൾ അവരാണ് മറ്റുള്ളവരെക്കാൾ അപകടകാരികൾ. കാരണം മറ്റുള്ളവർ വ്യക്തമായി പറഞ്ഞു ഖുർആൻ അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ്. അപ്പോൾ അവരുടെ വാദത്തെ നമുക്കെന്താക്കാം? ജനങ്ങളുടെ മുൻപിൽ തുറന്നു കാണിക്കാൻ പറ്റും. എന്നാൽ ഇത്തരത്തിലുള്ള ആളുകൾ, ഒന്നും പറയാതെ ഒരു മൗനം പാലിക്കുന്ന ആളുകൾ അവരെന്താണ്? അവർ അങ്ങേയറ്റം അപകടകാരികളാണ് എന്ന് മനസ്സിലാക്കാം. അതുകൊണ്ട് സത്യവും അസത്യവും വേർതിരിക്കുന്ന ഘട്ടങ്ങളിൽ നാം എന്ത് ചെയ്യണം? നമ്മുടെ നിലപാടുകൾ അത് വ്യക്തമായി പറയേണ്ടതുണ്ട്, പ്രഖ്യാപിക്കേണ്ടതുണ്ട്. ചില ആളുകൾ അങ്ങനെയാണ്, തൗഹീദും ശിർക്കും ഒക്കെ പറയുമ്പോൾ നമ്മൾ ഒന്നിലേക്കുമില്ല. ഞങ്ങളെന്താണ്? അത് ശിർക്കാണെന്ന് പറയുന്നില്ല, ബിദ്അത്താണെന്ന് പറയുന്നില്ല, ചെയ്യുന്നവർ ചെയ്തോട്ടെ. അത്തരത്തിൽ മിണ്ടാതിരിക്കുന്ന ആളുകളുണ്ട്. അത് പാടില്ല. നമ്മളെന്ത് ചെയ്യണം? സത്യവും അസത്യവും വേർതിരിക്കുന്നതിന് വേണ്ടി അത് വ്യക്തമായി പറയേണ്ടതുണ്ട്. ഇതാണ് രണ്ടാമത്തെ പിഴച്ച ആളുകൾ, അൽ വാഖിഫ, മിണ്ടാതിരിക്കുന്ന ആളുകൾ. ഖുർആൻ അള്ളാഹിൻ്റെ സൃഷ്ടിയാണെന്നോ സൃഷ്ടിയല്ലെന്നോ പറയാതെ മൗനം പാലിക്കുന്ന ആളുകൾ. മൂന്നാമത്തെ വിഭാഗം ആളുകൾ ആരാണ്? അവരെക്കുറിച്ചാണ് പിന്നീട് പറയുന്നത്. വലാ തഖുലിൽ ഖുർആന ഖൽഖൻ ഖിറാഅതൻ ഫഇന്ന കലാമല്ലാഹി ബിൽ ലഫ്ളി യുളഹു. മൂന്നാമത്തെ വിഭാഗം ആളുകൾ അവർ പറയുന്നത് അൽ ബിദ്അതു അൽ ലഫ്ളിയ എന്നാണ് പറയുക. അഥവാ ലഫ്ളി ബിൽ ഖുർആനി മഖ്ലൂഖ്. ലഫ്ള് എന്നുള്ള പദം അറബിയിൽ ലഫള എന്ന് പറഞ്ഞാൽ ഉച്ചരിക്കുക എന്ന അർത്ഥം. അതിൻ്റെ മസ്ദറാണ് ലഫ്ളുൻ എന്നുള്ളത്. ഇത് രണ്ട് അർത്ഥം ഇതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടാം. ലഫ്ള് എന്ന് പറഞ്ഞാൽ രണ്ട് അർത്ഥം ഉദ്ദേശിക്കപ്പെടാം. ഒന്നാമത് ഉച്ചാരണം, എൻ്റെ ഖുർആൻ ഓതുമ്പോഴുള്ള എൻ്റെ ഉച്ചാരണം അത് സൃഷ്ടിയാണ് എന്ന് ചില ആളുകൾ പറഞ്ഞു. പക്ഷേ ഇവിടെ ലഫ്ള് എന്നുള്ള പദം കൊണ്ട് രണ്ട് കാര്യങ്ങൾ ഉദ്ദേശിക്കപ്പെടാം. ഒന്നെന്താണ്? ഖുർആൻ ഓതുന്ന ആൾ, അയാളുടെ സംസാരം, അയാളുടെ ചുണ്ടിൻ്റെ ചലനം, അയാളുടെ ശബ്ദം, ഇതൊക്കെ എന്താണ്? അത് സൃഷ്ടിയാണ്. പക്ഷേ ലഫ്ള് എന്നതുകൊണ്ട് മറ്റൊരർത്ഥം കൂടിയുണ്ട്. ഏതാണ്? മൽഫൂദ്, ഓതപ്പെടുന്ന കാര്യം. ഓതപ്പെടുന്ന കാര്യം ഏതാണ്? ഖുർആനാണ്. അത് സൃഷ്ടിയാണോ? അല്ല, അത് അല്ലാഹുവിൻ്റെ കലാമാണ്. അതുകൊണ്ട് തന്നെ ലഫ്ളി ബിൽ ഖുർആനി മഖ്ലൂഖ്, ഈ ഒരു വാക്യം അത് രണ്ട് അർത്ഥങ്ങൾ കൽപ്പിക്കപ്പെടാൻ സാധ്യതയുണ്ട്. ഒന്നാമത്തെ അർത്ഥം എന്താണ്? അത് പറയുന്ന ഖുർആൻ ഓതുന്ന ആളുടെ സംസാരം, അയാളുടെ പ്രവർത്തനം, അയാളുടെ പാരായണം, അത് സൃഷ്ടിയാണ്. രണ്ടാമത്തെ സാധ്യത എന്താണ്? അയാൾ ഓതപ്പെടുന്ന കാര്യം ഏതാണ്? ഖുർആനാണ്. അത് സൃഷ്ടിയല്ല, അതെന്താണ്? അത് അല്ലാഹുവിൻ്റെ കലാമാണ്. അതുകൊണ്ട് തന്നെ ലഫ്ളി ബിൽ ഖുർആനി മഖ്ലൂഖ്, ഖുർആൻ ഓതുമ്പോഴുള്ള എൻ്റെ ലഫ്ള്, ഉച്ചാരണം, അത് അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ്, അത് സൃഷ്ടിയാണ് എന്ന് പറയുന്നത് അതും എന്താണ്? പിഴച്ച ആളുകളുടെ വാദമാണ്. കാരണം അതിന് രണ്ട് അർത്ഥങ്ങൾ കൽപ്പിക്കപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, അഖീദയുടെ വിഷയത്തിൽ ഇത്തരത്തിൽ രണ്ട് സാധ്യതകളുള്ള വാക്കുകളാണെങ്കിൽ നാം എന്ത് ചെയ്യണം? അത് ഒഴിവാക്കണം. മറിച്ച് വ്യക്തമായി പറയുക, ലഫ്ളി ബിൽ ഖുർആനി മഖ്ലൂഖ് എന്ന് പറയാൻ പാടില്ല. അതെന്താണ്? ബിദ്അത്തിൻ്റെ പിഴച്ച കക്ഷികളുടെ വാദമാണ് എന്ന് പറഞ്ഞതായി കാണാം. അതുകൊണ്ട് തന്നെ ഇമാം ബുഖാരി റഹിമഹുള്ളയും അതുപോലെ തന്നെ മറ്റ് സലഫുകൾ അവരെല്ലാം പറഞ്ഞതായി കാണാം, അൽ കലാമു കലാമുൽ ബാരി, കലാം, ഖുർആനിലെ കലാം അതായത് അള്ളാഹുവിൻ്റെ
കലാമാണ്. അൽ ബാരി എന്നത് അള്ളാഹുവിൻ്റെ പേരാണ്. അപ്പോൾ അൽ കലാമു കലാമുൽ ബാരി വസ്സൗതു സൗതുൽ ഖാരി. എന്നാൽ ഖുർആൻ ഓതുമ്പോഴുള്ള ശബ്ദം അത് ആരുടെ ശബ്ദമാണ്? ഖുർആൻ ഓതുന്ന വ്യക്തിയുടെ ശബ്ദമാണ്. അത് അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ്. പക്ഷേ ആ ഓതപ്പെടുന്ന കാര്യം, ആ ഖുർആൻ എന്നുള്ളത് അത് അള്ളാഹുവിൻ്റെ കലാമാണ്. അസ്സൗതു സൗതുൽ ഖാരി വൽ കലാമു കലാമുൽ ബാരി എന്ന് സലഫുകൾ പറഞ്ഞതായി കാണാം. ഇമാം അഹ്മദ് റഹിമഹുല്ലാ അദ്ദേഹം പറയുകയാണ്, അൽ ഖുർആനു കലാമുല്ലാ, ഖുർആൻ അത് അള്ളാഹുവിൻ്റെ കലാമാണ്. ഹൈസുമാ തവജ്ജഹ, അത് എങ്ങനെ ഏത് രൂപത്തിലൊക്കെ വന്നാലും, അതൊരു വ്യക്തി അവൻ ഉച്ചരിച്ചാലും അവൻ്റെ ഹൃദയത്തിൽ മനഃപ്പാഠമാക്കിയാലും അത് കിതാബുകളിൽ എഴുതി വെച്ചാലും അതൊക്കെ എന്താണ്? ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമ് തന്നെയാണ്. പക്ഷേ ആ വ്യക്തിയുടെ പ്രവർത്തനം, അവൻ്റെ സംസാരം, അതൊക്കെ എന്തായിരിക്കും? അത് അവൻ്റെ സൃഷ്ടിയാണ്. അവൻ്റെ സൃഷ്ടിയാൽ അത് സൃഷ്ടിയാണ് എന്ന് മനസ്സിലാക്കാം. അതുകൊണ്ടാണ് ഇമാം അഹ്മദ് റഹിമഹുല്ലാ പറഞ്ഞു, അൽ ലഫ്ദിയ്യതു ജഹ്മിയ്യത്തുൻ, ഈ ലഫ്ദിയ്യ, ഈ വാദം പറയുന്ന ആളുകൾ അവർ ജഹ്മിയാക്കളാണ് എന്ന് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാ രേഖപ്പെടുത്തിയതായി കാണാം. അപ്പോൾ ലഫ്ദി ബിൽ ഖുർആനി മഖ്ലൂഖ് എന്ന് പറയാൻ പാടില്ല. അപ്പോൾ ലഫ്ദി ബിൽ ഖുർആനി ഗൈറു മഖ്ലൂഖ് എന്ന് പറയാൻ പറ്റുമോ? പാടുണ്ടോ? ഇല്ല. കാരണം എന്താണ്? ലഫ്ദ് എന്നതുകൊണ്ട് രണ്ടർത്ഥങ്ങളുണ്ട്. ഒന്നാമത്തെ അർത്ഥം എന്തായിരുന്നു? ഒന്ന് നമ്മുടെ സംസാരം, നമ്മുടെ ഉച്ചാരണം. രണ്ടാമത്തെ അർത്ഥമോ? നാം വായിക്കപ്പെടുന്ന കാര്യം, അതാണെന്ത്? ഖുർആൻ. അപ്പോൾ ലഫ്ദി ബിൽ ഖുർആനി മഖ്ലൂഖ് എന്ന് പറഞ്ഞാൽ എന്തുണ്ടാവും? അള്ളാഹുവിൻ്റെ ഖുർആൻ അത് മഖ്ലൂഖാണ് എന്നർത്ഥം വരും. ഈ ലഫ്ദി ബിൽ ഖുർആനി ഗൈറു മഖ്ലൂഖ് എന്ന് പറഞ്ഞാലോ, നമ്മുടെ സംസാരം അത് അള്ളാഹു സൃഷ്ടിച്ചതല്ല, അത് നമ്മുടെ സൃഷ്ടി തന്നെയാണ് എന്ന ഖദരിയാക്കളുടെ വാദം അവിടെ കടന്നു വരും. അപ്പോൾ ഈ വിശ്വാസം, ഈ പിഴച്ച കാര്യങ്ങൾ, ഇതൊക്കെ നമുക്ക് കേൾക്കുമ്പോൾ ചിലപ്പോൾ എന്തുണ്ടാവും? പ്രയാസമുണ്ടാവും മനസ്സിലാക്കാൻ. അപ്പോൾ വിദഅത്തിന്റെ കക്ഷികൾ അവരുടെ വാദങ്ങൾ അങ്ങനെയാണ്. അതെന്താണ്? പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിയുകയില്ല. പക്ഷേ അഹ്ലുസുന്നയുടെ വിശ്വാസം, ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും വിശ്വാസം എന്ന് പറയുന്നത് അത് എളുപ്പമാണ്. അള്ളാഹുവിൻ്റെ കലാം, അള്ളാഹു സംസാരിക്കുന്നവനാണ്. അള്ളാഹുവിൻ്റെ സംസാരങ്ങൾക്ക് അതിന് ശബ്ദമുണ്ട്, അതിന് ഹർഫുകളുണ്ട്. അവൻ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ അള്ളാഹു സംസാരിക്കും. ഇതൊക്കെയാണ് അഹ്ലുസുന്നയുടെ വിശ്വാസം. പക്ഷേ അവരെന്താക്കി? അതിനെ നിഷേധിക്കുകയും അതിനെ മറ്റൊരർത്ഥത്തിലേക്ക് അവർ ദുർവ്യാഖ്യാനിക്കുകയും ചെയ്തു എന്നതാണ്. ഇതാണ് ഖുർആനിനെ കുറിച്ചുള്ള പിഴച്ച 3 വിശ്വാസങ്ങൾ. ഒന്നാമത്തെ വിശ്വാസം ഏതായിരുന്നു? ഖുർആൻ അത് അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ്, മഖ്ലൂഖാണ് എന്നുള്ള വാദം. രണ്ടാമത്തേതോ അൽ വാഖിഫ, അത് മഖ്ലൂഖാണ് എന്നും പറയുന്നില്ല, മഖ്ലൂഖല്ല എന്നും പറയുന്നില്ല, മൗനം പാലിക്കുന്ന ആളുകൾ. അവരെന്താണ്? അവരും പിഴച്ച ആളുകൾ തന്നെയാണ്. മൂന്നാമത്തെ വാദമോ ലഫ്ദി ബിൽ ഖുർആനി മഖ്ലൂഖ്, അൽ ലഫ്ദിയ്യ ബിദ്അത്തു അൽ ലഫ്ദിയ്യ. ഈ 3 വാദങ്ങളും ഖുർആനിൻ്റെ വിഷയത്തിൽ പിഴച്ചുപോയ ബിദ്അത്തിൻ്റെ വാദങ്ങളാണ്. അഹ്ലുസുന്നയുടെ വിശ്വാസം എന്താണ്? അൽ ഖുർആനു കലാമുല്ലാഹ് അൽഫാദുഹു വ മആനിഹി ലൈസ കലാമുല്ലാഹി അൽ ലഫ്ദു ദൂനൽ മഅന. ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണ്, അത് യാഥാർത്ഥ്യമായും അത് അള്ളാഹുവിൽ നിന്ന് തന്നെയാണ് വന്നത്. ചില ആളുകൾ എന്ത് പറഞ്ഞു? അള്ളാഹുവിൽ നിന്ന് അള്ളാഹു നേരിട്ട് പറഞ്ഞതല്ല, മറിച്ച് ജിബ്രീൽ അലൈഹിസ്സലാമിന് ഹൃദയത്തിൽ അള്ളാഹു ഇട്ടുകൊടുത്ത ഒരു ആശയമാണ്. ആ ആശയമാണ് ജിബ്രീൽ അലൈഹിസ്സലാം മുഹമ്മദ് നബിക്ക് എത്തിച്ചു കൊടുത്തത്. അങ്ങനെ പറയുന്ന ആളുകളുണ്ട്, അതും പിഴച്ചവാദമാണ്. മറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാം നേരിട്ട് കേൾക്കുകയും അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജിബ്രീൽ അലൈഹിസ്സലാം എത്തിച്ചു കൊടുക്കുകയുമാണ് ഉണ്ടായത്. അൽ ഹദീസുൽ ഖുദ്സി എന്ന് നാം കേൾക്കാറുണ്ട്. ഏതാണ് അൽ ഹദീസുൽ ഖുദ്സി എന്ന് പറഞ്ഞാൽ? അള്ളാഹു സുബ്ഹാനഹു വ തആല നേരിട്ട് പറഞ്ഞ ഹദീസുകളാണ്. അപ്പോൾ ഇത് അള്ളാഹു സംസാരിക്കും എന്നതിന് തെളിവാണ്. ഹദീസുൽ ഖുദ്സി എന്നുള്ളത് അള്ളാഹുവിൻ്റെ കലാമിനുള്ള തെളിവാണ്. പക്ഷേ ഖുർആനും അതുപോലെ ഹദീസുൽ ഖുദ്സിയും തമ്മിൽ ചില വ്യത്യാസങ്ങൾ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി കാണാം. ഒന്നാമത്തേത് എന്താണ്? ഖുർആൻ എന്ന് പറയുന്നത് അത് പാരായണം ചെയ്താൽ അത് പാരായണം ചെയ്യുക എന്നുള്ളത് തന്നെ ഒരു ഇബാദത്താണ്. എന്നാൽ ഹദീസുൽ ഖുദ്സി അത് പാരായണം ചെയ്യുന്നത് അത് പ്രത്യേകമായ ഒരു ഇബാദത്തായി പഠിപ്പിക്കപ്പെട്ട കാര്യമല്ല. അതുപോലെ തന്നെ ഖുർആനിൻ്റെ വിഷയത്തിൽ അള്ളാഹു വെല്ലുവിളിച്ചിട്ടുണ്ട്. ഖുർആനിനെ പോലെ ഒരു സൂറത്ത് കൊണ്ടുവരാൻ, ഒരു 10 ആയത്ത് കൊണ്ടുവരാൻ അള്ളാഹു വെല്ലുവിളിച്ചിട്ടുണ്ട്. ഖുർആനിനെ അതുപോലെ കൊണ്ടുവരാൻ കഴിയുകയില്ല, അത് മുഅ്ജിസത്തായ ഒരു ഗ്രന്ഥമാണ്. അതുപോലെ തന്നെ ഖുർആനിൻ്റെ വിഷയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ധാരാളം പ്രതിഫലങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഒരക്ഷരം ഓതിയാൽ 10 പ്രതിഫലമാണ്. എന്നാൽ ഖുദ്സിയായ ഹദീസുകൾക്ക് അങ്ങനെയുണ്ടോ? ഇല്ല. പക്ഷേ ഹദീസ് പഠിക്കുക എന്ന അർത്ഥത്തിൽ ഒരു വ്യക്തി ഹദീസ് പഠിക്കുകയാണ്, ഹദീസിൻ്റെ അർത്ഥം പഠിക്കാനിരിക്കുകയാണ്, അവന് അതിൻ്റെ പ്രതിഫലങ്ങളുണ്ട്. എന്നാൽ ഖുർആനിനെ പോലെ ഖുദ്സിയായ ഹദീസുകൾക്ക് ഓരോ അക്ഷരം ഓതുന്നതിനും പ്രത്യേകമായ പ്രതിഫലങ്ങൾ അതൊന്നും അവിടെ രേഖപ്പെടുത്തിയിട്ടില്ല. പക്ഷേ ഖുർആനും ഖുദ്സിയായ ഹദീസും രണ്ടും എന്താണ്? രണ്ടും അള്ളാഹുവിൻ്റെ കലാമ് തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത്രയും കാര്യങ്ങളാണ് ഈ 3 വരികളിലൂടെ ശൈഖ് റഹിമഹുല്ലാഹ് സൂചിപ്പിച്ചിട്ടുള്ളത്. അടുത്ത കാര്യം, അള്ളാഹു സുബ്ഹാനഹു വ തആല
അവൻ ഖിയാമത്ത് നാളിൽ സൃഷ്ടികൾക്ക് മുൻപിൽ വെളിവാകും എന്നുള്ള വിശ്വാസമാണ്. അതുപോലെ അള്ളാഹുവിൻ്റെ ഒന്നാം ആകാശത്തേക്കുള്ള ഇറക്കവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് സംസാരിക്കാവുന്നതാണ്. പഠിച്ച കാര്യങ്ങൾ മനസ്സിലാക്കുവാനും അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്.